പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോ? ഈ വീഡിയോ കണ്ടു നോക്കി. മലപ്പുറം ജില്ലയെക്കാട്ടും കുറവ് പോപ്പുലേഷനുള്ള പനാമ വേൾഡ് കപ്പ് കളിക്കുന്നത് കണ്ടിട്ട് വരികയാണ് ഞാൻ. എൻ്റെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരോടും സ്പോർട്സ് അതോറിറ്റിക്കാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് മാങ്ങാത്തൊലിയാണ് നായിന്റെ മക്കളെ നീയൊക്കെ കാണിക്കണേ? നിർത്തിപ്പോടാ, നിർത്തിപ്പോ. പക്ഷെ എൻ്റെ അഭിപ്രായം പറയാ, അത് കുറച്ച് ഓവറല്ലേ? കുറച്ചൊന്നല്ല, നല്ല ഓവറാണ്. ഒരിക്കലും അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇപ്പോൾ സമ്പന്ന രാജ്യമായ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സ്വന്തം രാജ്യത്തു നിന്ന് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ഭാഗത്തേക്കും മെഷീനറീസും അതേപോലെ തന്നെ എല്ലാ എക്വിപ്മെൻറ്റും സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് ചൈന. 2002 ഏഷ്യൻ വേൾഡ് കപ്പിൽ ചൈന ഈ വേൾഡ് കപ്പിൽ പങ്കെടുത്ത് ബ്രസീലിൻ്റെ ഗ്രൂപ്പിലായിരുന്നു. ബ്രസീൽ, അതേപോലെ തന്നെ ഐവറി കോസ്റ്റ്, തുർക്കി, ചൈന. ആ ചൈന പിന്നെ ഈ 22-24 വർഷമായിട്ടും ചൈന വേൾഡ് കപ്പിൽ എത്തിയിട്ടില്ല. ജനങ്ങളില്ലാത്തത് കൊണ്ടാണ് ചൈന വേൾഡ് കപ്പിൽ എത്താത്തത്. ഇന്ത്യക്ക് തൊട്ട് അടുത്ത് ചൈനയും ജനങ്ങളുണ്ട്, ജനസംഖ്യയുണ്ട്. സാമ്പത്തിക രാജ്യമാണ്. ഇന്ത്യയെ പോലെ ഡെവലപ്പിംഗ് അല്ല, ഡെവലപ്ഡ് ആണ്. പിന്നെ ഇവിടെ തൊഴിലില്ലായ്മ, മറ്റ് വിഷയങ്ങളുണ്ടോ? ഇന്ത്യൻ്റെ അവസ്ഥ എന്താ? ഇന്ത്യ വേൾഡ് കപ്പ് കളിച്ചാൽ ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമോ? ഇവിടെ തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ട്. സ്വന്തം രാജ്യത്ത് പൗരത്വത്തിൻ്റെ പേരിൽ നിലനിൽപ്പിനായിട്ട് ആളുകൾ നെട്ടോട്ട് ഓടുകയാണ്. ആ ഒരു വിഷയമുള്ള രാജ്യത്ത് ഫുട്ബോളാണ് ഏറ്റവും വലുത്. നമ്മളൊക്കെ ഫുട്ബോൾ പ്രേമിയാണ്, ഫുട്ബോൾ കാണാറുണ്ട്. അതൊക്കെ ഒരു ഭാഗം. ഫുട്ബോളിൽ എത്താത്തതിൻ്റെ പേരിൽ രാഷ്ട്രീയക്കാരും മറ്റും വളരെ മോശമായ രീതിയിൽ, വളരെ എന്താ പറയുക, സംസാരിക്കാൻ പാടില്ലാത്ത ഒരു ഭാഷയിൽ സംസാരിക്കണതിനാണ്. അത്ര വികാരപരമായി സംസാരിച്ചാൽ ഇപ്പോൾ ടീം എത്തുമോ? ഓരോ രാജ്യത്തിനും ഫുട്ബോളായാലും ഏത് ഗെയിമായാലും ഒരു പ്രാതിനിധ്യം ഉണ്ടാവും. ഇന്ത്യക്ക് ക്രിക്കറ്റാണ്. അത് ക്രിക്കറ്റിൽ ഇന്ത്യ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. ചില ക്യാമ്പിൽ പങ്കെടുക്കാത്ത മക്കൾ പോലും, കുട്ടികൾ പോലും അവർ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ അവർ ക്രിക്കറ്റ് കളിക്കാരായി മാറുന്നുണ്ട്. ബ്രസീലിലും അർജൻറ്റീനയിലൊക്കെ ഫുട്ബോൾ കളിക്കാർ അങ്ങനെ വരുന്നത്. അപാര ട്രെയിനിങ് കൊടുക്കുന്നതല്ല അവർ ചെറുപ്പത്തിൽ തന്നെ. അവിടെ ആ പാരമ്പര്യമായിട്ട് വരുന്നു. ഇവിടെ ക്രിക്കറ്റിന് വരുന്നു. നമ്മൾ ഒളിമ്പിക്സും മറ്റുമാണ് ചൈനക്കാർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഇന്ത്യക്ക് ക്രിക്കറ്റാണ് കൊടുക്കുന്നത്. അത് ഓരോ രാജ്യത്തിനും ഓരോ ഗെയിം ഉണ്ടാവും. അല്ലാതെ വളരെ മോശമായ രീതിയിൽ രാജ്യത്തിപ്പോൾ എല്ലാം നേടിയിട്ടിപ്പോൾ ഫുട്ബോൾ മാത്രമേ എത്താത്തുള്ളൂ. മൂപ്പര് വർത്തമാനം കേട്ടാൽ വളരെ മോശമായി പോയി.